ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 1 കൊരിന്ത്യർ 9 അധ്യായം, read 1 Corinthians chapter 9 verse 24 to 27, 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ. Let's read 1 Corinthians chapter 9 verse 24 to 27. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതേ, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ആകാശത്തെ കത്തുന്നത് പോലെയല്ല ഞാൻ ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ വിചാരിക്കുന്നു. വി ടോക്ക്ഡ് അബൌട്ട് ഗലേഷ്യൻസ് ചാപ്റ്റർ 5. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ജഡത്തിനെ അനുസരിച്ച് നടക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യത്തെക്കുറിച്ച് കേട്ടു. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ സ്നേഹം, സന്തോഷം, ആ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള രണ്ട് കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ ഈ ഭാഗം നമ്മളിപ്പോൾ വായിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ഭാഗമാണ് കൊരിന്ത്യരോടുള്ള ഈ ലേഖനത്തിലെ 9-ാമത്തെ അധ്യായത്തിൻ്റെ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വി സി എ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വേറൊരു സൈഡ് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു. വെൻ വി കം ടു ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവവചനത്തിൻ്റെ സത്യങ്ങളോട് അടുത്ത് വരുമ്പോൾ വി ഹാവ് ടു അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സത്യത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടയാകരുത്. ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ, ഡോണ്ട് യു നോ ദാറ്റ് ദോസ് ഹു റൺ ഇൻ എ റേസ് ഓൾ റൺ ബട്ട് വൺ റിസീവ്സ് എ പ്രൈസ്. റൺ ഇൻ എ സച്ച് എ വേ ദാറ്റ് യു മേ ഒബ്റ്റെയിൻ ഇറ്റ്. നമ്മളെല്ലാവരും ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരു പ്രൈസ് ലഭിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഓടുവാനായിട്ട്. ഇപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ നീറ്റ് പരീക്ഷയൊക്കെ എഴുതാറുണ്ട്. നമ്മളിപ്പോൾ ഒത്തിരി നീറ്റ് പരീക്ഷയൊക്കെയാണ്. സോ വാട്ട് ഈസ് എ കട്ട് ഓഫ് മാർക്ക് ടു പാസ്? How much is it? 50%. അപ്പം 10 ലക്ഷം പേര് എഴുതിയാൽ 5 ലക്ഷം പേരുടെ അവിടെ വെച്ചാണ് അവർ കട്ട് ഓഫ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെയർ യു സേസ് അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ക്വാളിഫൈ ആയി, അതിന് താഴെ ക്വാളിഫൈ. ഓടുന്നവരെ സംബന്ധിച്ചിടത്തോളം എവ്രിതിങ് ഹാവ് എ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. എന്ത് കാര്യത്തിനകത്ത് നമ്മൾ പോയെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിക്ക് നമ്മൾ എക്സാമിന് ചെല്ലണം, 9 മണിക്ക് എക്സാമിന് ചെല്ലണം. അല്ലെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 പേരെ പറ്റത്തുള്ളെങ്കിൽ 11 പേരെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ, ഈ ജേഴ്സി ഇട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ, ഈ ജേഴ്സി ഇട്ട് കളിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ റൂൾ ഫോർ ഇറ്റ്. അപ്പം ഈ ഓടുന്നവർ, നമുക്കറിയാം പല കേസുകളിലും നമുക്കറിയാം. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിംസൊക്കെ നിങ്ങൾ കണ്ടത്, ഒരു 0.1 ഡിഫറൻസ് വന്ന വെയിറ്റ് കൊണ്ട് മെഡൽ നഷ്ടപ്പെട്ടു പോയ അത്ലറ്റിനെ നിങ്ങൾ കേട്ടു അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സോ ക്ലോസ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഓട്ടം ഓടുന്നത്, ഏതൊരു കോമ്പറ്റീഷനും ഏതൊരു കാര്യത്തിനും നമ്മൾ അതിനകത്ത് പങ്കുചേരുമ്പോൾ there are rules for it. So the Paul says run in a such a way that you obtain it. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത്, and everyone who competes for a prize is temperate in all things. വായിച്ചാൽ 25-ാമത്തെ വാക്യം, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ഭക്ഷണവും ഒന്നും കഴിക്കുകയില്ല. ദേ ഹാവ് സ്പെസിഫിക് ഫുഡ് ടു ഈറ്റ്. എല്ലാ ഗെയിംസിനും എല്ലാ കാര്യത്തിനും ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡും സ്പെസിഫിക് ആയിട്ടുള്ള ഡിസിപ്ലിനും സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസും എല്ലാം ചെയ്തിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്.
നമ്മളൊരു എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും ആ രീതിയിലുള്ള പ്രിപ്പറേഷനകത്ത് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പം അംഗം പൊരുകുന്നവർ, എവ്രി വൺ ഹു കമ്പീറ്റ്സ് ഫോർ ദ പ്രൈസ് ഈസ് ടെമ്പറേറ്റ് ഇൻ ഓൾ തിങ്സ്. ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ആ കാര്യത്തിന് വേണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. നൗ ദേ ഡു ഇറ്റ് ടു ഒബ്റ്റെയിൻ എ പെറിഷബിൾ ക്രൗൺ. ഇത് പറയുന്നത് അന്ന് കാലത്തും നിലനിന്നിരുന്ന ഗെയിംസ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് അങ്ങനത്തെ ഗെയിംസൊക്കെ ഉള്ളായിരുന്നല്ലോ. ആ സമയത്തും അവർക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നു? ഇപ്പോഴത്തെ പോലെ ഗോൾഡിൻ്റെ മെഡലും ഒന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? ഒലിവിൻ്റെതായിട്ടുള്ള ചില ഒരു റൗണ്ടായിട്ടുള്ള ഒരു റീത്ത് പോലത്തെ കാര്യമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ അവർ തങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ഓടി എല്ലാം. പക്ഷേ അല്പം കഴിയുമ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ വാടിപ്പോകുന്നു. ഈ ഒലിവിൻ്റെതൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഇലയും കുറേ കഴിയുമ്പം വാടിപ്പോകും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ഓട്ടക്കളത്തിലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. വി ഹാവ് ബീൻ കോൾഡ് ടു റൺ ദ സെയിം കൈൻഡ് ഓഫ് എ റേസ്. ഇവിടെ ആയിരിക്കുന്ന നല്ല ഓട്ടം ഓടി തികച്ചു എന്നൊക്കെ അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളും ഒരു ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ നമുക്കും എന്തുണ്ട്? ദർ ആർ certain disciplines. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ, ഞാൻ ഇനി ഡിസിപ്ലിൻ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല എങ്കിലോ സേസ് വേഴ്സ് 27 27ാമത്തെ വാക്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. So now here is something that probably very difficult for few people to understand. How come that Paul can be disqualified? Can he be disqualified? അദ്ദേഹം ദൈവത്തിൻ്റെ അപ്പോസ്റ്റലനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് കർത്താവിന് വേണ്ടിയാണ്. He says that if I go not according to the rules. നമുക്കറിയാം, എത്ര നല്ല അത്ലറ്റ് ആയിക്കൊള്ളട്ടെ, എത്ര നന്നായിട്ട് കളിക്കുന്നവരായിക്കൊള്ളട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വേൾഡ് കപ്പൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് കളിക്കുന്നവരെയും ചില ഫൗള് കാണിച്ചപ്പോൾ റെഫറി എന്ത് ചെയ്തു? റെഡ് കാർഡ് കൊടുത്ത് പുറത്തു വിട്ടു, അല്ലേ? റെഡ് കാർഡ് കൊടുത്ത് പുറത്തു വിട്ടു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, അതങ്ങനെയല്ല, ഇങ്ങനെ ഒക്കെ ശരിയാണ്. റെഫറി റെഡ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ പുറത്തു പോയേ പറ്റുള്ളൂ. അതുപോലെ Paul is saying that I discipline my body. ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നു. Now this is something that നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, ആത്മാവ് നമ്മളെ നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ you also have to understand this side. ഈ സൈഡ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയണ I discipline my body. Now ഈ കാലഘട്ടങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും നമുക്ക് എന്തും എങ്ങനെയും എപ്പോഴൊക്കെയും ആകാം എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ there is no discipline required എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എഗെയിൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പോകെ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ റൂൾസുകളൊന്നും ഇല്ലാതായി മാറുന്നു. കാരണം വി ഡോണ്ട് ലൈക്ക് റൂൾസ്. എന്നാൽ ഡിസൈപ്പിൾ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? സംബഡി ഹു ഈസ് ഡിസിപ്ലിൻഡ്. സംബഡി ഹു ഈസ് ഡിസിപ്ലിൻ ഓൺ സംതിങ്, വാട്ട് എവർ മേ ബി ദ കേസ്. ശിഷ്യത്വം പ്രാപിക്കുക എന്ന് പറയുക, ഏതെങ്കിലും കാരണത്തിൽ ശിക്ഷണം പ്രാപിക്കുന്ന സംബഡി ഹു ഈസ് ഗെറ്റിംഗ് ഡിസിപ്ലിൻ, അവരെ മാത്രമേ ഡിസൈപ്പിൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുമ്പോൾ Paul says that's a dangerous walk. I myself discipline my body. ഞാൻ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു. Now we are very smart. നമ്മൾ വളരെ സ്മാർട്ടാണ്. ഷുഗർ ഒരു സ്പൂണിൽ കൂടുതൽ പാടില്ല. Why? Because we may get what? Diabetes. Do we have the same measurement when it comes to the Lord? കർത്താവ് ഒരു ദിവസം നമ്മളോട് ഇതേ ചോദ്യം ചോദിക്കും. നിനക്ക് അളവൊന്നും അറിയില്ലാത്തതൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. പക്ഷേ how about in the spiritual life? Do you do the same way? There is discipline in the Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ അല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്.
അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഐ ഡിസിപ്ലിൻ മൈ ബോഡി. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ കർത്താവ് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മാത്രമാണ് നമ്മൾ മുമ്പോട്ട് നടക്കുന്നത്. അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ ദാറ്റ് ഷുഡ് ഹാവ് സം ബൗണ്ടറീസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ചില ബൗണ്ടറീസുകൾ വരും. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ ബൗണ്ടറീസ് വെക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ എന്തായിത്തീരും? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഐ ലൈക്ക് ഫുഡ്, എനിക്ക് ഭക്ഷണം ഇഷ്ടമാണ്, എനിക്ക് ബൗണ്ടറീസ് ഇല്ലാതെ ഞാൻ കഴിച്ചാൽ എന്ത് പറ്റും? ഞാനിങ്ങനെ ബൾക്കി ആയിട്ട് ഇങ്ങനെ പോകും. കുറേ കഴിയുമ്പോൾ ഞാൻ ഒത്തിരി അസുഖമൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും. പിന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതാവും. പിന്നെ ഡോക്ടേഴ്സ് പറയും വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ പറയും, അല്ലേ? വൈ? ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഡിസിപ്ലിൻ ഫോർ മൈ ഫുഡ്. He says, brother, we are living in a spiritual life where God is supposed to take care of the spirit and I can eat whatever I want. Yes, you can. But God has kept some rules for our body. നമ്മുടെ ശരീരത്തിന് കുറച്ച് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ സ്ഥലങ്ങളൊക്കെ 8 മണിക്ക് കയറിക്കണം എന്ന് പറഞ്ഞ് രാവിലെ എണ്ണീറ്റ് എക്സസൈസിന് പോകുന്നു. എന്തിനു വേണ്ടിയാണ് പോണേ? ഫോർ ദ ബോഡി, റൈറ്റ്? ഐ ഡിസിപ്ലിൻ മൈ ബോഡി സോ ദാറ്റ് I can be useful for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ, അല്ലേ? എന്താ എന്ന് പറഞ്ഞാലും നമുക്കിവിടെ നമുക്കിവിടെ നിൽക്കാനായിട്ട് പാസ്പോർട്ടൊന്നും ഇല്ല. ഏതായാലും ഒരു ദിവസം ഇവിടുന്ന് പോകണം. ആ പോകുന്ന ദിവസത്തോളം വണ്ടി ഓടണമല്ലോ, അല്ലേ? വണ്ടി ഓടണം. ആ ഒരു സമയത്തേക്ക് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, ഐ ഡിസിപ്ലിൻ മൈ ബോഡി. എൻ്റെ ശരീരത്തെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. And that can include a lot of things. ഞാൻ ചോദിക്കട്ടെ, do you have a discipline for your mobile? ഉണ്ടോ? എപ്പം വേണമെങ്കിലും എനിക്ക് മൊബൈൽ ക്യാൻ കം ഇൻ ആൻഡ് ഇറ്റ് ക്യാൻ ഗോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് എഴുന്നേൽക്കുന്നു, 7:01 I am on the mobile. മനസ്സിലായോ? 7 മണിക്ക് എഴുന്നേൽക്കുന്നു, 7:01 എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ. What is the discipline you have? You say, brother, absolutely it's fine, God's Holy Spirit can help us. I know. But our thought process, all our discipline for our body. Paul says, did you talk to your God? നിന്റെ ദൈവത്തോട് നീ സംസാരിച്ചായിരുന്നോ? ഇല്ല. Very important is the whatever is my friend has been saying. Yeah. For you, that is more important. Dear brothers and sisters, you will be poor spiritually, no doubt about it. No doubt about it, because you have no time to listen to the Lord. Many of them you ask, how much time you spend with word of God? Very limited time. We earlier, നമ്മൾ പിള്ളേരോട് പറയായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബൈബിള് ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യം ഫുൾ ബൈബിൾ ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു 3 ചാപ്റ്റർ വെച്ച് ഞാൻ ആവറേജ് വായിച്ചു തീർത്താൽ ഈ 365 ദിവസം കൊണ്ട് ഒരു ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അതൊരു ഡിസിപ്ലിനാണോ? ആണ്. നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ കം ടു എ ലെവൽ ഓഫ് വി സേ, ലോർഡ് ബ്രദർ, വി ഡോണ്ട് നീഡ് ടു ഹാവ് ലോസ്, വി ഡോണ്ട് നീഡ് ടു ഹാവ് ഡിസിപ്ലിൻ, ലെറ്റ് us read 1 chapter, 1 verse. Now I want to ask you, നമ്മളിൽ എത്ര പേർക്ക് ദൈവവചനം കൃത്യമായിട്ട് അറിയാം? ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ അപ്പാടെ വിശ്വസിക്കുകയല്ലാതെ, so there is no discipline. Just because you are in the Holy Spirit, there is a discipline for it. So Paul is saying, I discipline my body. For me, there is a time for prayer. എനിക്ക് പ്രാർത്ഥിക്കാൻ, ബ്രദർ, ഐ എം വെരി ബിസി, ഐ എം 24/7 വർക്കിംഗ്. I know you're very, very busy. But you are updated with the news. അതെങ്ങനെയാ? You're completely updated with the news. So that means you have time for that. You don't have time for God. You see that? So Paul says you have to be disciplined. Why? If you are not disciplined, you could become
disqualified. So that's what he's being afraid about. I discipline. ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്നും എൻ്റെ വാക്കുകളെ read verse 27 again. 27ാമത്തെ വാക്യം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയ ലോകത്തിലെ ചില ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്ന വളരെ നല്ല preachers, somebody who preach very well, fell from grace. ഞാൻ പേര് പറയുന്നില്ല. Good writers, അവരുടെ ബുക്കുകളൊക്കെ വളരെ എൻകറേജിങ്. ഇറ്റ് ഈസ് ദെയർ ഈവൻ ഇൻ മൈ കളക്ഷൻ. ഫെൽ ഫ്രം ഗ്രേസ്. ഗുഡ് ബൈബിൾ ടീച്ചേഴ്സ് ഫെൽ ഫ്രം ഗ്രേസ്. കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടൊന്നുമില്ല. ബട്ട് ദെയർ ഈസ് എ ഡിസിപ്ലിൻ വിച്ച് ദേ ലാക്ഡ് ഇൻ ദ പേഴ്സണൽ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തും എല്ലാം ഗ്രേസിൻ്റെ കീഴിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് യു എക്സ്റ്റെൻഡ് ദാറ്റ് ഗ്രേസ് ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ്. ലോർഡ് ഇസ് എ ഗോഡ് ഹു ഫൊർഗീവ്സ്. ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുന്നവരാകുമ്പോൾ, പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം, യു ആർ ദ വൺ ഹു പുട്ട് ദ ഗോൾ പോസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഗോൾ പോസ്റ്റ് എവിടെ വെക്കുന്ന ആരാ തീരുമാനിക്കുന്നത്? ഈ പ്രസംഗിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പോട്ടോ അടുപ്പിക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയും. When it is difficult for you, you make it small. Right? മനസ്സിലാകുന്നുണ്ടോ? So, it is very possible that a preacher can change, but God is not unchanging God. ദൈവത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. So, Paul says that I myself could become disqualified. So, what I do? I buffet my body, I discipline my body. 27ാമത്തെ വാക്യം, I discipline my body and bring it to subjection, lest when I preach to others, I bring it into subjection. Of course, God's Holy Spirit helps us. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പക്ഷെ അത് ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. അത് ഓപ്ഷണൽ അല്ല. We have to do it. Praise God. തിമോത്തിയോസിനോട് പറയുന്ന വാക്യങ്ങൾ നമുക്കറിയാം. തിമോത്തിയോസിനോട് പറയാണ്, flee from youthful lust. How come Timotheus is full-time worker for the Lord, and person പൗലോസിൻ്റെ അടിമ ശിഷ്യനാണ്. He is trained by it and definitely full of the Holy Spirit, right? He is having the gifts of the Holy Spirit. Yes, കൈവപ്പിനാൽ ലഭിച്ച ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നിട്ടും അദ്ദേഹത്തോട് പറയാണ്, flee from the love of money. So there is a discipline that you have to have in your personal life. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളായതുകൊണ്ട് I can start disciplining when I become. No, dear brothers and sisters, when as kids you have to have your discipline. There is a time to go to school, there is a time to sleep, there is a time to read God's word, there is a time to pray, there is a time to take bath, there is a time to have for cleanliness, there is a time for everything. നിങ്ങളുടെ സ്കൂളിലോട്ട് നിങ്ങൾക്ക് എപ്പോഴേലും കയറി ചെന്നാൽ മതിയോ? എത്ര മണിക്ക് സ്കൂൾ സ്റ്റാർട്ട്സ്? 7. Let us say you go every day at 8 o'clock. Your principal will allow? No. Go and get a letter from your parents. If that is the discipline of your school, you think that Heavenly Father will have to adjust everything? No. It doesn't work out like that. And Paul gives us some example for that. Apostle Paul അത് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് പോവല്ല. He gives a very good example. He says, there are people who ran very well, who listened everything, but God was not happy with them. Chapter 10 verse 1. 10:1. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന്, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. Now they drank from the Lord. They were taken baptism. Right? They have been filled in the Spirit. Oh yeah. But what happened? God was not pleased with them. ദൈവത്തിന് അവരുമായിട്ട് അവരെക്കുറിച്ച് സന്തോഷമില്ലായിരുന്നു. That was history. Then Paul says, ഈ കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ആർക്ക് വേണ്ടിയാ? അടുത്ത വാക്യം,
എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു എന്നാണോ നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു എന്നാണോ? നിങ്ങളുടെ ബൈബിളിനകത്ത് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ക്യാൻ സം ഓഫ് ദി ഇംഗ്ലീഷ് ഫോക്സ് ക്യാൻ യു റീഡ് വാട്ട് ഇസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? Our example, meaning Paul is saying that I am not excluded. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പം നിങ്ങളൊക്കെ ഡിസിപ്ലിൻ ആകണം, എനിക്ക് കുഴപ്പമില്ല, ഐ ആം ഇമ്മ്യൂൺ ഫോർ ദിസ് എന്നല്ല അവിടെ പറയുന്നത്. പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാണ് ഇറ്റ് ഈസ് an example for us, including me. എനിക്കും ഇത് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പ്രസംഗിക്കുന്ന എനിക്ക് വേറെ റൂളും കേൾക്കുന്ന നിങ്ങൾക്ക് വേറെ റൂളും അങ്ങനെയല്ല. പക്ഷേ കേൾക്കുന്നവർക്കും പ്രസംഗിച്ച എനിക്കും ഇത് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾ ആ വേർഡ്സ് അവിടെ യൂസ്, ബട്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദം ഗോഡ് വാസ് നോട്ട് വെൽ പ്ലീസ് ഫോർ ദ ബോഡീസ് വെയർ സ്കാറ്റേർഡ് ഇൻ ദ വിൽഡർനെസ്. ഇത് നമുക്കറിയാം. നൗ ദീസ് തിങ്സ് ബിക്കെയിം അവർ എക്സാമ്പിൾസ് to the intent that we should not lust after evil things as they also lusted. Is it we or is it you? വായിച്ചാട്ടാ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. We. Paul is saying that, oh Paul, are you afraid that you can fall the lust? അങ്ങനെ ഒരു പേടി അദ്ദേഹത്തിന് തീരെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ തിമോത്തിയോസിൻ്റെ അടുക്കെ ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? വീഴ്ച ആർക്കും പോസിബിളാണ്, പക്ഷേ വീഴ്ച പണ്ട് എന്നെ പറയാറുണ്ട്, ഈ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കൊച്ചു മരത്തിലൊക്കെ കയറി പേര അങ്ങനെ കൊച്ചു മരമാണല്ലോ, ഗുവ ട്രീ ഒക്കെ, അതിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിന് വലിയ ഉയരമില്ല. അതിൽ നിന്ന് വീണാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല, നമുക്കങ്ങ് എഴുന്നേറ്റ് പോവാം. പക്ഷെ വലിയ തെങ്ങുണ്ട്, അതിനെ ഉണ്ടെങ്കിൽ വീണാലോ? ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്റ്റെപ്പുകൾ കയറി മേളിലോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് വീണാലുണ്ടല്ലോ, വീണാ കർത്താവ് ക്ഷമിക്കുമോ ഇല്ലയോ? കർത്താവ് ക്ഷമിക്കും. പക്ഷെ ആ വീഴ്ചയിലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. You need to know that. So Paul says, yeah, I have to preach, but not without discipline in my life. I have a discipline in my life. എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആൻഡ് എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത പക്ഷം I could also fall like that. എനിക്കും അതുപോലെ വീഴാം. എനിക്ക് മാത്രമല്ല അവരോടും പറയണ്ട, we all can fall like that. So that's what Paul says, that now these things that are written are examples that I'm saying to you, do not lust. He says, we should not lust after evil things as they also lusted. ആറാമത്തെ വാക്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. So that means what? I need to overcome lust in our personal life. നമ്മളുടെ ജീവിതത്തിൽ ലസ്റ്റ് ഓവർകം ചെയ്തേ പറ്റൂ. അത് പ്രീച്ചറായാലും ശരി, കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, കൊച്ചു പിള്ളേരാണേലും ശരി, you have to overcome the lust. Let me tell you again, there is a time for marriage. For the people who are not married, there is a time for marriage. You can decide your age. Legally at least only 18, right? 18, right? After 18 only you can marry, right? Correct? Yes or no? Yes, Indian rule, up to 18. So, but normally, but there is time. But till then, I say no for all these thoughts. What if I don't do it? You could fall. You could fall, and that fall could become a disaster. Understand? So, Paul is saying that we must overcome it. Verse 6, now these things become our examples to the intent that we should not lust after evil things as they also lusted. So, അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു lust could be for anything.
ദൈവം നമുക്ക് തന്നിട്ടില്ലാത്ത ഏതൊരു കാര്യത്തിന് വേണ്ടിയും നമുക്ക് മോഹം ഉണ്ടാവാം അല്ലേ? മോഹം എന്ന് പറയുന്നത് സെക്സ് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല. എനിക്കൊരു ഭർത്താവിനെ മോഹിക്കാം, എനിക്കൊരു കാറ് മോഹിക്കാം, എനിക്കൊരു വീട് മോഹിക്കാം, എനിക്ക് എന്ത് കാര്യങ്ങളും വേറൊരാൾക്ക് ദൈവം എനിക്ക് നോർമലായിട്ട് തരാത്ത ഏത് കാര്യങ്ങളും എനിക്കതൊരു വല്ലാത്ത മോഹമായി തീരാം. When it is something which God do not want to be having in my life, I need to overcome that. So I need to discipline. And I say next verse, ഏഴാമത്തെ വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധികളാകരുത്. കർത്താവിന് മേളിൽ ഒന്നും. ഓഫ് കോഴ്സ് നമ്മളാരും ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി വണങ്ങുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. We will not do such foolish things. പക്ഷേ എന്നാൽ പല കാര്യങ്ങളും നമുക്ക് വിഗ്രഹമാകാം. നമ്മളുടെ ജോലിയാവട്ടെ, നമ്മളുടെ സൗന്ദര്യമാവട്ടെ, നമ്മളുടെ അംബീഷൻസ് ആവട്ടെ ഒക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ റോമൻസ് 12:1 ആ യാഗപീഠത്തിൽ എല്ലാം കൊണ്ടുവച്ചേക്കണം. Because that is best for us. God will give the best for us. Don't worry. നല്ല പിതാവ്, ആ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ, ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ സ്വർഗ്ഗത്തിലെ അപ്പം നമുക്ക് തരും. നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. Isn't that a promise of the Lord? And such a good God. അവൻ ദൈവസന്നിധിയിലുള്ള ഒരു ഉറപ്പ് വേണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോഴെ പറഞ്ഞിരിക്കുന്നു, you must discipline. And then next verse it says, do not be idolaters. And അടുത്ത വാക്യം verse 8, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. പരസംഗം ചെയ്യരുത്. Do not commit sexual immorality, anything, pornography, whether it could be internet pornography in the mobile, whether it's a computer, whether it's a books or whatsoever. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, it may start with a small thing, one fall, second fall. Your mind is totally corrupted and now you cannot think clear. And നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആയിരിക്കും, പലരുടെയും ഗ്രേഡ്സ് താഴ്ത്ത് പോകും. ടീച്ചർ പറയും, ഐ ആം വെരി ഡിഫിക്കൽട്ട്, എനിക്ക് സബ്ജക്റ്റ് ഡിഫിക്കൽട്ട്, ബിക്കോസ് യുവർ മൈൻഡ് ഈസ് പ്രീ ഒക്കുപ്പൈഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ഈ കാര്യങ്ങളാൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മൈൻഡിന് ഇപ്പോൾ ഫ്രീ സ്പേസ് ഇല്ല. യു മസ്റ്റ് ഫസ്റ്റ് ഡിലീറ്റ് ദോസ് തിങ്സ് വിച്ച് ഇസ് നോട്ട് റിക്വയർഡ്. So, brother, we are under grace. We can have anything. We are in the new. I understand that. We are under grace. I understand that. We are under grace, but at the same time, Paul is saying that you must not go into commit sexual immorality as some of them did. And then verse 9, ഒമ്പതാമത്തെ വാക്യം, അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കുന്ന എല്ലാം കൊടുത്താലും എന്ത് കിട്ടിയാലും കംപ്ലൈൻറ്റിങ് നിർത്തുന്ന പരിപാടിയില്ല. മനസ്സിലായോ? എത്ര നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, എന്നാലും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ നല്ല ജോലി തന്നാലും ഇച്ചിരൂടെ നല്ലത് എല്ലാം കിട്ടിയാലും. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്ത് വായിക്കാൻ സമയം എടുക്കാതെ, അവർക്ക് ഭക്ഷണം കൊടുത്തു. അവർക്ക് പ്രത്യേകിച്ച് അധ്വാനിക്കൊന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് ഓടി അങ്ങോട്ട് ചെന്ന് പറക്കിയാൽ മതി. മന്നയൊക്കെ പറക്കി നല്ല എളുപ്പം നമുക്ക് നല്ല ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ. വെള്ളം, കാടപ്പക്ഷി ഈ ഹൈറ്റിൽ ഒക്കെ കൊടുത്തു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാര്യം കൊടുക്കുമ്പോൾ അടുത്ത കാര്യം കർത്താവിന് ചെയ്യാൻ പറ്റുമോ, നെവർ സ്റ്റോപ്പ് കംപ്ലൈനിങ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പല പ്രാവശ്യം പരീക്ഷിച്ചു. Dear brothers and sisters, when we say all these things, we think it is normal. It is not normal. എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം, but God is not happy.
നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടായിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ there's a time you have to set, whatever may be the time, set your time to go to sleep. പലരും ഉറങ്ങുന്നത് തന്നെ കൃത്യമായ സമയത്തിനല്ല. Later on BP is shooting up, brother, let us take. Is it? Body is having a discipline. You need to follow that. If you break the rule, you'll hit it. You start eating whatever the food you eat, and then you will have all sort of values wrong. The Lord says, discipline on your food, on what you eat. Do you fast occasionally? At least as a Christian discipline, do you fast? Do you have a place? ഏതെങ്കിലും ഒരു സമയമുണ്ടോ where you going to sit and time with God, speak to God? ദൈവത്തിന് വേണ്ടി, I'm very busy, brother. No. Take a time to pray with God. Do you have a journal? Do you have a book in which you write, Lord, this is what I'm asking, some records? Later on, sometimes you can look, oh God, I asked Lord in 2025, ഈ കാര്യം ചോദിച്ചായിരുന്നു, the Lord gave me. Praise the Lord. I prayed about this, God help me. Do you have a journal? Is a regular study pattern happening in your Bible? Hold your Bible like this. നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുത്ത് ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡേർട്ടി എന്ന് നോക്കിയേ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡേർട്ടി? എവിടെയാണ് ബ്രദർ ഏറ്റവും കൂടുതൽ ഡേർട്ടി ആയിരിക്കും, അഴുക്കായിരിക്കുന്നത് എവിടെയാണ്? പുതിയ നിയമം. പഴയ നിയമം വായിക്കാറില്ല. Wherever we know, very simple. Look at our Bible, we know where we are reading a lot. അപ്പം God's words is for us. Some people Bible only in the center. Psalms ആണ്, Psalms മാത്രമേ വായിക്കാറുള്ളൂ. Psalms കഴിഞ്ഞിട്ട് മുമ്പോട്ടൊന്നും പിന്നെ അദ്ദേഹം വായിച്ചിട്ടില്ല. സങ്കീർത്തനം മാത്രമല്ല ബൈബിളിനകത്തുള്ളത്. So there is a discipline I need to do. I need to listen to God's word. So I need to ask the Lord, Lord, speak to me. എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം വേണ്ട, I need to discipline with the Lord. I'm not telling you need to use 4 hours or 24 hours. That's your choice. But you discipline with the Lord. ദൈവവുമായിട്ട് ഞങ്ങൾ നടക്കുന്ന ആ ഒരു നടപ്പിനകത്ത് കർത്താവിനോട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ. Now, what to speak and what not to speak. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തും പറയാവുന്നല്ല. Quick to hear and slow to speak. നമ്മൾ പലപ്പോഴും ഇമെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം അതിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ. ഹോൾഡ് ഓൺ. സ്ലോ ടു സ്പീക്ക്, ക്വിക്ക് ടു ഹിയർ. കേൾക്കാൻ വേഗതയും പറവാൻ താമസം. ദർ ഇസ് എ ഡിസിപ്ലിൻ ഓൺ വാട്ട് വി സ്പീക്ക്. സംസാരിക്കുന്നത് പോലും എന്തും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മളെവിടെ ഇരിക്കണം, നമ്മളെവിടെ പോകണം, നമ്മളെങ്ങനെ ആയിരിക്കണം, എത്ര സമയങ്ങൾ കാണണം, നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്യണം. കഴിഞ്ഞ ദിവസം പിള്ളേർ, മൈ ചോയ്സ് ഇസ് ഐ വിൽ ഡ്രസ് ഇൻ വാട്ട് എവർ ദ വേ ഐ ലൈക്ക്. ട്രൂ ബ്രദർ, ഗോഡ് ഹസ് ഗിവൻ us ലിബർട്ടി. ശരിയാണ്, നമുക്ക് ലിബർട്ടി ദൈവം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം ദാറ്റ് യു ആർ സിംഗിങ്. മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ പെൺപിള്ളേർ ഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ്. ഐ എം നോട്ട് ടെല്ലിങ് വാട്ട് വി ഷുഡ് വെയർ ആൻഡ് വാട്ട് വി ഷുഡ് നോട്ട് വെയർ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. But don't let others into sin. Right? So you need to learn that. So that's a discipline. എൻ്റെ കണ്ണിനോട് ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു. That's a discipline on my eyes. What to look and what not to look. I have freedom. Yes, you have freedom, of course. Right? എൻ്റെ കൺമുമ്പിൽ ഞാൻ എന്താണ് വെക്കുന്നതെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. വർത്ത് തിങ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ കൺമുവിൻ്റെ മുമ്പിൽ വെക്കുന്നെങ്കിൽ I'll be worthless in my mind. And Paul says that, let's go back to 1 Corinthians. When we read that verse, he says, അടുത്ത വാക്യം ഒന്ന് വായിച്ച്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. നമുക്ക്, അതാണ് ഞാൻ I was reading that and passion, I said, Paul is saying, not you.
നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നോ, നമുക്ക്. That godly brother said, നമുക്ക്. That means says, I am not excluded when I say this. നമ്മളത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടാവണം. റിയലി വി നീഡ് ടു ഹാവ് ഫിയർ. ലോർഡ്, ബെയർ മിനിമം ഫസ്റ്റൊന്നും അടിച്ചില്ലേലും ഗ്രേറ്റ് ഒന്നും ആയില്ലേലും ഓട്ടം ഓടി തികയ്ക്കണം. മനസ്സിലായോ? ഡിസ്ക്വാളിഫൈ ആവരുത്. വലിയ ഗ്രേറ്റ് ഒന്നും ആയില്ലെങ്കിലും സാരമില്ല, പക്ഷേ ഓട്ടം ഓടി തികയ്ക്കണം. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓട്ടം, കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. സോ he says, yeah, this is written for us. Now verse 11, 14ാമത്തെ വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. It is for us to take us as an advice, as a piece of advice. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ പിറ്റ്ഫോൾസിലെല്ലാം വീണിട്ടല്ല നമ്മളൊരു കാര്യം പഠിക്കുന്നത്. നമുക്ക് എന്തിനാണ് ദൈവവചനം ഈ കാര്യങ്ങൾ എഴുതി തന്നിരിക്കുന്നത്? സോ ദാറ്റ് ഐ ഡോണ്ട് ഫോൾ ഇൻ ദ സെയിം പിറ്റ്ഫോൾസ്. അതേ കുഴിയിൽ ഞാൻ വീഴാതിരിക്കുവാനും ദൈവം എന്നെ സൂക്ഷിക്കാനായിട്ടാണ് ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വേഴ്സ് ഇസ് ദ ബാലൻസ് വേഴ്സ് ഓഫ് ദാറ്റ്. വേഴ്സ് അടുത്ത വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. There is a regulator. ഈ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ, പ്രഷർ റെഗുലേറ്റർ എന്തിനു വേണ്ടിയാ? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രഷറുണ്ട്. ആ പ്രഷറിൽ കൂടെ കൂടുതൽ അനുവദിക്കില്ല. സോ ദ ലോർഡ് സേസ് He is a pressure controller. He knows what I can withstand. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും കർത്താവെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും കർത്താവ് അത് മാറ്റുന്നൊന്നുമില്ല. കർത്താവ് അത് തരികയാണ്. എന്താ കാരണം? ബിക്കോസ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് ദ പ്രഷർ മീറ്റർ ഹിംസെൽഫ്. അവൻ തന്നെ അവൻ വിശ്വസ്തൻ. അവിടെ എഴുതിയിരിക്കുന്ന അവൻ വിശ്വസ്തനാണ്. അവൻ അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുട്ടിയുടെ മേളിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ വരുന്നുണ്ടോ ഇല്ലയോ. ഒരിക്കൽ ഒരു പിശാച് എന്നിട്ട് ചോദിച്ചു, കർത്താവേ, നിൻ്റെ ആ ഡിസൈപ്പിൾ ഉണ്ടല്ലോ, വളരെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തിനെ തന്നെ എനിക്ക് പാറ്റുവാൻ തരുമോ എന്ന് ചോദിച്ചു. കർത്താവ് എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. He knows he is not ready to take the pressure. Wonderful God, isn't it? What a wonderful Father. നമുക്ക് കഴിവിന് മീതെ ഒന്നും നമ്മളുടെ ജീവിതത്തിലോട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അപ്പം നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ നീ അങ്ങനെ തരുന്നു, ആയിക്കോട്ടെ. അപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചെറിയ, കർത്താവേ നീ അറിയത്തില്ല ഞങ്ങൾ ഈ മരുഭൂമി കൂടെ നടക്കുന്നു, വെള്ളമില്ലാതെ നടക്കുന്നു. He knows. കർത്താവിനെ നിങ്ങൾ ഇത്രയും 40 വർഷം നടന്നു, നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല, നിങ്ങളുടെ വസ്ത്രം കീറിപ്പോയിട്ടില്ല. ഓരോ ദിവസവും റെഗുലറായിട്ട് മന്ന അവർ കൃഷി ചെയ്ത് കിട്ടുന്നത് വരെ അവർക്ക് കൊടുത്തു. God was faithful. ദൈവം നമ്മളുടെ കാര്യത്തിലും പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തരുടെ കാര്യത്തിലും ദൈവം ഫെയ്ത്ത്ഫുൾ ആണ്. നമ്മൾ വെറുതെ അൺനെസസറിലി ചില സമയത്ത് നമ്മൾ വർക്കൗട്ട് ആവുകയും കർത്താവിനെതിരെ, കർത്താവ് ഇതൊന്നും മിണ്ടാതെ കേൾക്കുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം അതാണ്. He says he is faithful. He will not allow me to be tempted beyond my capabilities. എനിക്ക് കഴിയുന്നതിന് മീതെ അവൻ എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ അനുവദിക്കത്തില്ല. സോ ദാറ്റ് മീൻസ് വാട്ട്? ഞാൻ 10ാം ക്ലാസ്സിലാണ്, ആ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഞാൻ എടുക്കേണ്ടതാണ്. അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എനിക്ക് തന്നേക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എഴുതുമ്പോൾ ഞാൻ എനിക്ക് അതുകൊണ്ട് കൊച്ചു ക്വസ്റ്റ്യൻ പേപ്പർ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും, കർത്താവിന് അറിയാം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കർത്താവ് നമുക്ക് തരുള്ളൂ. What a wonderful God. He will not allow beyond our ability so that we will become totally disqualified. That's not what his aim is. His aim is so that we will be strong. നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ we have to be strong. Let us read 2 Samuel chapter 11 verse 1, the dreadful verse which you see. 2 Samuel chapter 11 verse 1. പിന്നെ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും
എല്ലാ ഇസ്രായേലിനെ അയച്ചു. അവർ അമ്മോനിയ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ദാവീദിന് യുദ്ധത്തിന് പോകേണ്ട സമയമായിരുന്നു. യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ദാവീദ് ഈ സ്റ്റേറ്റ് ബാക്ക്, റൈറ്റ്? ആൻഡ് നൗ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻഡ് വാസ് ദ വേഴ്സ്റ്റ് തിങ് ഇൻ ഹിസ് ലൈഫ്. കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് പാപം ക്ഷമിച്ചു. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ എഫക്റ്റ് ഭയങ്കരമായിരുന്നു. മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. മകൻ സ്വന്തം ഇതിനു വേണ്ടി അപ്പൻ്റെ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പൻ്റെ പാർട്ടികളെ മകൻ എടുക്കുന്നു. എത്ര കാര്യങ്ങൾ. വൺ റീസൺ, he was not disciplined sometime in his life. And when he was not disciplined, his son came. ദാവീദിൻ്റെ മോൻ്റെ പേരെന്താ? ശലോമോൻ. ദാവീദിൻ്റെ മോൻ്റെ പേര് ശലോമോൻ. ദാവീദിൻ്റെ ലൈഫിൽ ഏത് ഏരിയയിലാണോ ഡിസിപ്ലിൻ ചെയ്യാതിരുന്ന അതേ ഏരിയയിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ശലോമോൻ എഴുതുന്നുണ്ട്. യു റീഡ് പ്രോവേർബ്സ് 1, 2, 3, 4, 5, 6 ഓരോന്നും വായിച്ചു നോക്ക്. ഓൾ ഈസ് ടോക്കിംഗ് അബൌട്ട് മകനെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എല്ലാം പറഞ്ഞു വെച്ചാൽ അതേ ഇടത്ത് തന്നെ ശലോമോനും വീഴ. അപ്പൻ ടേക്ക് കെയർ ചെയ്തില്ല, മോനും ടേക്ക് കെയർ ചെയ്തില്ല. ആൻഡ് യു തിങ്ക് ഗോഡ് വിൽ ഓണർ Solomon just because he's Solomon? Just because he's wise man? No, God will not honor. God honors who honors him. ദൈവത്തെ മഹത്വീകരിക്കുന്ന അവരെ മാത്രമേ ദൈവം ഓണർ ചെയ്യുള്ളൂ. God is not looking at any one of her face. You are beautiful, very nice, all that is good, you are respected, all that is fine. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ not looking at your face, നിങ്ങളുടെ മുഖം നോക്കിയല്ല കർത്താവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. Look at your heart, how integrity of your heart. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത്വ നിമിത്തം. അബീമേലെക്ക് എന്ന് പറഞ്ഞൊരു രാജാവ് ദൈവികമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ അവനെ അതിൻ്റെ ഉറക്കത്തിൽ അവനെ വിളിച്ചു പറഞ്ഞു, അബീമേലെക്ക്, വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്, ബിക്കോസ് ഐ നോ യു ഹാവ് ഡൺ ഇൻ യുവർ ഇൻറ്റഗ്രിറ്റി ഓഫ് യുവർ ഹാർട്ട്. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. എന്തും ചെയ്യാം, ആർക്കും ചെയ്യാം, രാജാക്കന്മാരല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ആരോടൊന്നും ചോദിക്കുകയില്ല, എന്ത് ചെയ്താലും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് അന്ന് പോലും ദൈവം ടോളറേറ്റ് ചെയ്തില്ല. ന്യായപ്രമാണം കൊടുക്കാതിരുന്ന കാലത്ത് പോലും ടോളറേറ്റ് ചെയ്തില്ലെങ്കിൽ കൃപയിലുള്ളപ്പോൾ ടോളറേറ്റ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. Praise the Lord. So it says you need to discipline your body. Paul says, I really do that. So that ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 10-9 അധ്യായത്തിന് 26 വാക്യം, therefore I run thus, not with uncertainty. 26 വാക്യം, 9:26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. I run not with an uncertainty. കുഴപ്പമില്ല, ദൈവം ഒന്നും ചെയ്യത്തില്ല. No, you need to fear the Lord. ദൈവത്തെ ഭയപ്പെടണം. ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. യെസ്, നമുക്കറിയാവുന്ന കാലങ്ങളെയൊക്കെ ദൈവം ക്ഷമിക്കും. നമ്മൾ വീണാലും കർത്താവിനടുക്കെ ചെന്നാൽ ദൈവം ക്ഷമിക്കും. അതൊക്കെ സംബന്ധിച്ചു അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളോട് പറയണം, യു ഡിസിപ്ലിൻ യുവർ ലൈഫ്. ദ വാട്ട് യു റീഡ് യു ഡിസിപ്ലിൻ, വാട്ട് യു സ്പീക്ക് യു ഡിസിപ്ലിൻ, വാട്ട് യു സീ യു ഡിസിപ്ലിൻ, വെർ യു ഗോ യു ഡിസിപ്ലിൻ, വാട്ട് യു ഹാൻഡിൽ യു ഡിസിപ്ലിൻ, യുവർ മണി മാറ്റേഴ്സ് യു ഡിസിപ്ലിൻ. എല്ലാം നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാം. കുടുംബത്തിലെ ഓരോ കാര്യങ്ങളെയും നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നോട്ട് ബിക്കോസ് യുവർ ഫാദർ ഓർ മദർ വാണ്ട്സ് ടു ബി ലൈക്ക് എ ഡിക്റ്റേറ്റർ. നോ, so that you know your boundaries. Praise the Lord. Those boundaries are good. എന്തിനു വേണ്ടിയാ? ആ ബൗണ്ടറീസിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോയാൽ ഒരു പക്ഷെങ്കിൽ we may get into dangers.
നമ്മൾ പറയും, നോ, ദ വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. യാ, ഐ നോ. വി ആർ എ ഡിഫറെൻറ്റ് പീപ്പിൾ. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വ്യത്യാസമായ രീതിയിൽ. 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. Therefore, my beloved, flee from idolatry. Flee from idolatry. Yes, they have the freedom. അവരെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യ സഭയിലുള്ള ഒരു വ്യക്തികളെന്ന് വെച്ചാൽ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പം പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഓൾവേസ് സേ, ബ്രദർ, ഈസ് ദർ നോട്ട് ലിബർട്ടി ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ഇല്ലെന്ന് അദ്ദേഹം പറയുന്നില്ല. ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമില്ല, അത് കഴിക്കുന്നതിന് സ്വാതന്ത്ര്യമില്ല, ഇത് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമില്ലേ? പോൾ ഈസ് ട്രൈങ് ടു ടെൽ ദം, ട്രൈങ് ടു റൈറ്റ് ഇൻ ബിറ്റ്വീൻ ഇൻ ദിസ് തിങ്സ്. നമുക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ട്രൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ട്രൂ. ദ ലോർഡ് ഇസ് ദ വൺ ഹൂസ് എക്വിപ്പിംഗ് അസ് അണ്ടിൽ ദ എൻഡ്. ഇറ്റ് ഇസ് ട്രൂ. ഒടുവ് വരെ കൊണ്ട് എത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇറ്റ് ഇസ് ട്രൂ. ഗോഡ്സ് ഗ്രേസ് ഇസ് ഓൺ us. ഇറ്റ് ഇസ് ട്രൂ. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും God gives us some values, some spiritual life. നിങ്ങളുടെ ഫിസിക്കൽ ആരോഗ്യം സൂക്ഷിക്കാൻ മാത്രമല്ല ഡിസിപ്ലിൻ വേണ്ടത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പക്വതകൾ സൂക്ഷിക്കുന്നതിനും വഴികൾ സൂക്ഷിക്കുന്നതിനും ഡിസിപ്ലിൻ വേണമെന്ന് അപ്പോസ്തലൻ എഴുതിയ. അത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ആംഗിൾ ഓൾ ടുഗെദർ. ദൈവത്തിൻ്റെ സെനിൽ നമുക്ക് കർത്താവിനോട്, കർത്താവേ, യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എവിടെയൊക്കെ സ്ലിപ്പേജ് വരുമ്പോൾ നമുക്കൊരു പക്ഷെങ്കിൽ നമ്മൾ സംസാരിച്ചത് തെറ്റിയേക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചത് തെറ്റിയേക്കാം, ഒത്തിരി കാര്യങ്ങൾ. ഇമ്മീഡിയറ്റ്ലി ഗോ ടു ദ ലോർഡ്. കാരണം ചെറിയ കറക്ഷൻസ് അവിടെ വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ തെറ്റിൽ നിങ്ങൾ ചെന്ന് ചാടുകയില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു വലിയ ക്രാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ ക്രാക്ക് എവിടെയെങ്കിലുമൊക്കെ തുടങ്ങിക്കാണും. ഞാൻ ഈ പേര് പറഞ്ഞ വലിയ റിനൗൺഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും പ്രീച്ചേഴ്സും ഒക്കെ അവരങ്ങ് ഒറ്റ രാത്രി കൊണ്ട് വീണവരല്ല കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് വീണവരല്ല. പല വർഷങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്ത് വൺ ഡേ ദ fall was finished. One day God exposed them. God is not going to tolerate. Praise God. Praise the Lord. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഒരു സൈഡ് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. At the same time, the other side, we also need to know, we need to walk with this holy God in His holiness. He will equip us. He will strengthen us with the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തിയും ഒക്കെ ചെയ്യും. നമ്മുടെ കഴിവില്ലായ്മയിൽ കർത്താവ് നമ്മളെ സഹായിക്കും. കഴിവിന് മീതെ ദൈവം പരീക്ഷിക്കുകയില്ല. കർത്താവ് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ He will give us an escape route. അതവിടെ എഴുതിയേക്കുന്നത്. Because He is faithful. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണ്, കർത്താവെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ എം സേയിങ് ദാറ്റ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ എന്നാൽ കർത്താവിനോട് ഞാൻ വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. സോ ഹീ വിൽ നോട്ട് അലൗ ബിയോണ്ട് മൈ എബിലിറ്റി. എൻ്റെ കഴിവിന് മീതെ കർത്താവ് ഒന്നും അനുവദിക്കുകയില്ല. പക്ഷേ ദാവീദിൻ്റെ കുരുത്തക്കേടിനെല്ലാം അതിൻ്റെ ഭവിഷ്യത്തുകൾക്ക് ദൈവം തമ്പുരാൻ ഉത്തരവാദിയല്ല. മനസ്സിലായോ? നമ്മളുടെ കുരുത്തക്കേടുകളുടെ ഭവനെ ഓരോ കാര്യത്തിനും ദൈവം ക്ഷമിച്ചു, ഒത്തിരി കുറച്ചു കൊടുത്തു, ഒത്തിരി സ്നേഹിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ സ്റ്റിൽ ഹി ഹാവ് ടു ഗോ ത്രൂ എ ഡിഫിക്കൽട്ട് പാച്ച് ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ കൂടെ ദാവീദിന് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വന്നു. ആൻഡ് നോ, ഷിമിയോടൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇഫ് ഗോഡ് അലൗസ് ദാറ്റ് കേഴ്സിംഗ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. റിമെമ്പർ ദാറ്റ്. ആ സാഹചര്യങ്ങളൊക്കെ ലംഘനം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് അദ്ദേഹം രുചിച്ചറിഞ്ഞു. He know what it means to be forgiven. He know. Psalms 51 it says, Lord, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കരുതേ. He know what he saw in Saul's life. Holy Spirit is gone, and what happened to Saul, he knows it very clearly. And he says, no, I know, Lord, please don't take the Holy Spirit from me. And that's God's love. And God kept it with David until the end. That is God's mercy. Praise the Lord. Priya Sarangale, God is helping him further. He said, David, I'll see to it that you have somebody who is standing in, who will be able to sit in your kingdom. That is Jesus. Praise the Lord.
പക്ഷേ ദാവീദ് അപ്പോഴും നോക്കുമ്പോഴും ദാവീദ് പറയും, കർത്താവേ ഞാൻ യോഗ്യനല്ല. അല്ലേ? ദാവീദ് പറയും, കർത്താവേ ഞാൻ യോഗ്യനല്ല. കുഞ്ഞാടെ നിൻ്റെ ആ ഒരു കഴികൾ കൊണ്ട് മാത്രമാണ്. ബിക്കോസ് യു forgiven me, because you have done this for me, I can stand here. നമ്മൾ പാടുന്നല്ലോ, കുഞ്ഞാടെ നീ യോഗ്യൻ എന്ന് പറയുമ്പോൾ, because you have forgiven my sin, I can stand. Otherwise I'm not qualified. Praise the Lord. ആ കർത്താവിൻ്റെ സ്നേഹം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, what is the Lord want to tell us? എവിടെയൊക്കെ where we see slackness, എവിടെയൊക്കെ നമ്മൾ കാണുന്ന ലൂസായിട്ടുള്ള ലൈഫ് നമ്മളുടെ ജീവിതത്തിലുണ്ടോ, യു നോ ഇറ്റ്, യുവർ പേഴ്സണൽ ലൈഫ്, യു ആൻഡ് ഗോഡ്, നിങ്ങൾക്കറിയാം. ഫോർ എവറിത്തിങ് ദർ ഇസ് എ ഡിസിപ്ലിൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.